സ്തോത്രം സ്തുതി ഞാൻ അർപ്പിക്കുന്നു. നിൻമുറിവിൽ ഞാൻ ചുംബിക്കുന്നു. സ്തോത്രം സ്തുതി ഞാൻ അർപ്പിക്കുന്നു. നിൻമുറിവിൽ ഞാൻ ചുംബിക്കുന്നു. ആരാധനയ്ക്കു നീ യോഗ്യനാ. സാഷ്ടാംഗം വീണു. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? കുടുംബം, ഭാര്യ ഓമന ദൈവവചനമൊക്കെ പഠിച്ച ആളാണ്. അദ്ദേഹം ദൈവവേലയ്ക്ക് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി 81 ഞങ്ങളുടെ വിവാഹം. 1981 ജനുവരി 22 അന്ന് മുതലുള്ള എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതം നോക്കിയാൽ വളരെ പ്രയോജനവും ഉത്സാഹവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു സഹോദരിയാണ്. പിന്നെ കൂടാതെ നല്ല ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നല്ല പ്രസിദ്ധമായ 2 ഗാനങ്ങളാണ് ജീവൻ്റെ ഉറവിടമേ എന്നുള്ളത്. നമ്മുടെ മധ്യേ എല്ലാവരും തന്നെ മിക്കവാറും ഉള്ളിടത്തെല്ലാവരും പാടുന്നുണ്ട്. രണ്ടാമത് അതിനേക്കാൾ പ്രചാരം ലഭിച്ചതാണ് ഈ സ്തോത്രം സ്തുതി ഞാൻ അർപ്പിക്കുന്ന ആരാധനയിലെ ഒരു ഗാനം. അതും വളരെ പ്രയോജനപ്പെടുന്നു. ചുരുക്കത്തിൽ സന്തോഷമായിരിക്കുന്നു. പിന്നെ 2 മക്കളെ ദൈവം തന്നിട്ടുണ്ട്. മൂത്ത മോൻ ക്ലീറ്റസാണ്. അവൻ നല്ലൊരു ഗായകനാണ്, നന്നായിട്ട് പാടും, വളരെ കൃപയോടുകൂടെ പാടും. അത് അവനാ ശുശ്രൂഷ ചെയ്തു പോകുന്നു. അവൻ്റെ ഭാര്യ റാണി എന്നാണ് പേര്. 2 മക്കളുണ്ട്, ആരോനും രൂപസും. അവർ 6ലും 5ലുമായി പഠിക്കുന്നു. പിന്നെ മോളാണ് കെസിയ. മോളുടെ ഭർത്താവിൻ്റെ പേര് സുബൻ. അവരും സന്തോഷമായിട്ട് ജീവിക്കുന്നു. കഴിഞ്ഞ ഈ 50 വർഷത്തെ പ്രവർത്തന മേഖലയിൽ നിന്ന് മറക്കാനാവാത്തൊരു അനുഭവം ഒന്ന് വിവരിക്കാമോ? മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുമ്പോൾ എനിക്ക് സുവിശേഷ വിരോധികളുടെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. ഞാൻ വീടാന്തോറും കയറി ഇറങ്ങി വ്യക്തമായി സുവിശേഷം പറഞ്ഞ ആളുകളെ കൊണ്ടുവരും. ഹിന്ദുസ് വരെ വന്നിട്ടുണ്ട്. അതെൻ്റെ വൈഫിൻ്റെ പ്രവർത്തനത്താൽ ഹിന്ദുസ് വരെ വന്നിട്ടുണ്ട്. ആ ഭവനം ഇന്ന് വെണ്ണിക്കുളത്ത് കൂടുന്നുണ്ട്. പണ്ട് ചുഴനയിലായിരുന്നു, ഇപ്പം വെണ്ണിക്കുളത്ത് കൂടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്കങ്ങനെ പുറമേ നിന്നുള്ള ഒരു ഉപദ്രവമോ ഒരു അനാവശ്യ വാക്കുകളോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. എത്ര ശക്തമായിട്ട് യേശുവിനെ ഉയർത്തി പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ അകത്ത് ഒന്ന് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഞാനിവിടെ വിവരിക്കുന്നില്ല, അത്രയും അറിഞ്ഞാൽ മതി. അകത്ത് നിന്ന് എന്നെ എനിക്ക് ഞാൻ മറക്കുന്നില്ലെന്ന് പറയാൻ, ഞാൻ മറന്നു കളഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ എനിക്ക് ഈ ആത്മാക്കളുടെ രക്ഷ അത് എപ്പോഴും നമ്മൾ ഓർക്കുന്നതാണല്ലോ. അങ്ങനല്ലാതെ നമുക്കൊരു പ്രത്യേകം ഓരോർമ്മയിൽ വയ്ക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും പറയാനില്ല. ഇങ്ങനെയുള്ള കുറേ അകത്തു നിന്നുള്ള ചില, അതായത് നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളവരും അല്ലാത്തവരും സഹകരിപ്പിച്ചിട്ടുള്ളവരും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരും ആയവരുടെ കയ്യിൽ. പക്ഷേ എനിക്കത് അവർക്കും അറിയാം. എനിക്ക് അവരോട് ശത്രുതാ മനോഭാവവുമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നും കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ്. സാറിൻ്റെ ഓർമ്മയിൽ പൂർവ്വ പിതാക്കന്മാരുമായിട്ടുള്ള എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, അതായത് എം ഇ ചെറിയാൻ സാർ, അവരിൽ നിന്നൊക്കെ ഉള്ള പ്രചോദനം, ജീവിതത്തിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിയെ എടുത്ത് പറയാനായിട്ടുണ്ട്? എനിക്ക് നമ്മുടെ ഇന്ന് കർത്തവ്യ സന്നിധിയിൽ വിശ്രമിക്കുന്ന മൺമറഞ്ഞു പോയ വിലപ്പെട്ട ദൈവദാസന്മാരുമായിട്ടൊക്കെ എനിക്കൊരു നല്ല ബന്ധം ഉണ്ടായിട്ടുണ്ട്. ആ ബന്ധമെന്ന് പറയുന്നത് ചെറിയാൻ സാറ്, മാമൻകുര്യൻ സാറ്, ടി കെ ശമുവേൽ സാറ്, നമ്മുടെ MB ജോൺ സാറ്, BT മത്തായിച്ചാന്, നൈനാപിള്ളച്ചാന്, നൈനാപിള്ളച്ചാന്, അങ്ങനെ തുടങ്ങുന്ന അവരെല്ലാം കടന്നുപോയല്ലോ. അവരുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ, അന്ന് നമ്മുടെ മധ്യേ ചെറുപ്രായത്തിൽ പ്രസംഗിക്കാനുണ്ടായിരുന്നത് ഞാനേ ഉള്ളായിരുന്നു. അപ്പോൾ ഇവരോട് കൂടെ ആ സ്റ്റേജിലിരിക്കുമ്പോൾ എനിക്കൊരു ഒരു അഹങ്കാരമല്ല, എനിക്കൊരു സന്തോഷമാണ്. എൻ്റെ കണ്ണ് നിറയും ഇവരുടെ കൂടെയൊക്കെ
എനിക്കിരിക്കാൻ കഴിയും. ഇവരെല്ലാം എന്നെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ എന്നെ പ്രോത്സാഹിപ്പിച്ച് ഇവരെല്ലാം ചെയ്തു എന്ന് വരികിലും എനിക്കെപ്പോഴും എൻ്റെ സ്മരണയിലുള്ള 2 പേരുണ്ട്. അതൊന്ന് ടി കെ ശമുവേൽ സാറും രണ്ടാമത്തേത് എം ബി ജോൺ സാറുമാണ്. ഇവർ കർത്താവിൻ്റെ വേലയിലും എൻ്റെ ശുശ്രൂഷയിലും ഒരുപാട് സന്തോഷിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. അവരെയൊക്കെ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. സാർ ഒരു കൺവെൻഷൻ പ്രസംഗനാണെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ കൺവെൻഷൻ പ്രസംഗത്തിൻ്റെതായ പ്രാധാന്യം, അതായത് സെൻട്രൽ കൺവെൻഷനുകളല്ല, സുവിശേഷ മഹായോഗങ്ങൾ, അതായത് അവിശ്വാസികൾക്ക് വേണ്ടി നടത്തുന്നതായ കൺവെൻഷനുകളുടെ പ്രസക്തി ഈ കാലഘട്ടങ്ങളിൽ അവസാനിച്ചു വരികയില്ലേ എന്ന് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? കാരണം അവിശ്വാസികളൊക്കെ പൊതുവെ ഇപ്പോൾ കൺവെൻഷന് മറ്റ് സമുദായങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളിൽ നിന്നൊന്നും വരുന്ന ഒരു കാര്യം വളരെ ചുരുക്കമാണ്. കൂടുതലും വിശ്വാസികൾ മാത്രമായിട്ട് നമ്മുടെ സുവിശേഷ കൺവെൻഷനുകൾ ഒതുങ്ങുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ ഈ കൺവെൻഷനുകളൊക്കെ ഇനിയും ഈ കാലഘട്ടത്തിൽ അതിനൊരു പ്രസക്തി ഉണ്ടോ? കൺവെൻഷനിൽ ഈ സെൻട്രൽ കൺവെൻഷൻ എന്നുള്ള ഒരു പ്രയോഗം ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ബ്രദൻകോളത്തിൽ അങ്ങനെ ഒരു സെൻറ്റർ ഇല്ലല്ലോ. പിന്നെ ഈ സംഘടനകൾ സെൻറ്റർ എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. അടുത്തടുത്തുള്ള 10, 100, 80, 70, 20 സഭകളൊക്കെ അവരുടെ സന്തോഷത്തിന് ഒന്നിച്ചേർന്ന് കൺവെൻഷൻ നടത്തുന്നു. ആ കൺവെൻഷൻ എല്ലാവരും തന്നെ നമ്മുടെ ആളുകളാണ് കൂടുന്നത്. ആ കൂടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ചിതറിപ്പാർക്കുന്ന പരദേശികളും ഒക്കെയാണല്ലോ. അവരെല്ലാവരും കൂടെ വർഷത്തിലൊരിക്കൽ ഒന്നിച്ചൊന്ന് കാണാനും വചനത്തിൻ്റെ തണലിലൊന്ന് ഇരിക്കാനും സന്തോഷിക്കാനും ആ ബന്ധവും ഒന്നുകൂടെ ഒന്ന് ദൃഢമാക്കാനും ഒക്കെ ഒരു നല്ല സമയമാണ്. ഞാനതിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് പറയുകയല്ല, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാത്ത ഓരോ സ്ഥലം സഭകളും നടത്തുന്ന കൺവെൻഷൻ, അത് നമ്മൾ സുവിശേഷം അറിയിക്കാൻ, അതെനിക്ക് ബ്രദറിനോട് പറയാനുള്ളത്, ആ കൺവെൻഷനിൽ പുറമേ നിന്ന് എത്ര പേര് വരുന്നു എന്നതിനേക്കാളുപരി ഒരു സഭയെക്കുറിച്ച് 2 കാര്യങ്ങളാണ് യേശു ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണം, ഭൂമിയുടെ ഉപ്പായിരിക്കണം. അപ്പോൾ ഈ വെളിച്ചം പ്രകാശിപ്പിക്കേണ്ടത് സുവിശേഷത്തിലൂടെയാണ്. അപ്പോൾ ആളുകൾ എത്ര വന്നില്ലയോ എന്നതിനേക്കാളുപരി ആ ദേശത്തോടുള്ള സഭയുടെ ഉത്തരവാദിത്വം ഇങ്ങനെ സുവിശേഷം അറിയിക്കുന്നതിലൂടെ, അത് കൺവെൻഷനിലൂടെ മാത്രമല്ല, നമുക്ക് ഭവന സന്ദർശനം നടത്താം. ഞങ്ങളുടെ സഭയ്ക്ക് ഭവന സന്ദർശനമുണ്ട്. ഞങ്ങളിനി ബൈബിൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഓരോ കോർണറുകളിൽ ഇനി ഒരു വീട് നമുക്ക് ഓപ്പണിംഗ് അല്ലെങ്കിൽ നമുക്കൊരു പൊതുസ്ഥലം തിരഞ്ഞെടുത്ത് ബൈബിൾ ക്ലാസ് എടുക്കാം. എന്നിട്ട് ആരെങ്കിലും ഒരു 5 or 10 പേര് വേണ്ട, ഒരു 5 പേര് വന്നാലും അത് വളരെ പ്രയോജനമാണ്. അപ്പോൾ എന്തായിരുന്നാലും സഭ തോറും നടത്തുന്ന പിന്നെ സഭാ ഹോളിൻ്റെ ആ മുറ്റത്ത് മാറിയിട്ട് വല്ല ഗ്രൗണ്ട് വല്ലതും എടുത്താൽ ആരെങ്കിലുമൊക്കെ വന്ന് നിന്നോ ഇരുന്നോ കേൾക്കാൻ കാണും. ആ ഒരു സ്ഥലമൊന്ന് മാറിയാൽ വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അതിനൊരു തെറ്റ് പറയാൻ പറ്റുകയില്ല. സാറ് പുസ്തകം ഏതെങ്കിലും രചിച്ചിട്ടുണ്ടോ? അതിനുള്ള സാഹചര്യത്തെക്കുറിച്ചൊന്ന് ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. അതെൻ്റെ ധ്യാന പഠനത്തിലൂടെ കിട്ടിയ ആശയങ്ങൾ, അതായത് പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന എഫേസ്യർ, ഫിലിപ്പർ, കൊലോസ്യർ, ഈ 3 ലേഖനങ്ങളിൽ പൗലോസിൻ്റെ 4 പ്രാർത്ഥനകളുണ്ട്. അത് എൻ്റെ ആത്മീയ ബലത്തിനും സന്തോഷത്തിനും ഞാൻ ധ്യാനിച്ചപ്പോൾ ഒട്ടേറെ ആത്മീയ ചിന്തകൾ കിട്ടി. അത് പലയിടത്തും പഠിപ്പിച്ചപ്പോൾ GLS-ൽ അന്നുണ്ടായിരുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഇതൊന്ന് പുസ്തകമാക്കിയ GLS-കാർ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അതെനിക്ക് തോന്നുന്നു 1999, 2000 മറ്റോ വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു. അന്ന് 1000 കോപ്പി ഏതാണ്ട് അത് മുഴുവൻ തീർന്നു. ചില മർത്തോമയിലെ അച്ഛന്മാരെന്നെ കണ്ടിട്ട് പറഞ്ഞു, ആ പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് വായിച്ച്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകം ഇറക്കിയിട്ടുള്ളൂ. പല പുസ്തകങ്ങൾ ഇറക്കണമെന്നുണ്ട്, അതിനുള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ട്, എഴുതുകയാണ്. പിന്നെ ഈ തിരക്കിനിടയിൽ എനിക്ക് പറ്റാതെ വരുന്നു. ഇല്ലെങ്കിൽ കുറേ പുസ്തകങ്ങൾ, നല്ല ആശയങ്ങൾ അടങ്ങിയ കുറേ പുസ്തകങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. എഴുതാനുള്ള മെറ്റീരിയൽസും ഉണ്ട്. അതൊക്കെ കുറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആഗ്രഹിക്കുന്നു. ഒരു സുവിശേഷകന് വേണ്ടി അടിസ്ഥാന യോഗ്യത എന്താണ്? സുവിശേഷകൻ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യത, അവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം. അവൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞവനായിരിക്കണം. രണ്ടാമത് വിളി ഉണ്ടായിരിക്കണം. ഈ വിളി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിന്നെ വിളിക്കുന്നു എന്ന് പറയുന്നതല്ലല്ലോ. അത് പൗലോസിനെയൊക്കെ പണ്ട് വിളിച്ചതുപോലെ
അതല്ല. ഒന്നാമത് നമുക്ക് ഈ സുവിശേഷ വേല ചെയ്യണമെന്നുള്ള വലിയ ഭാരം നമ്മുടെ ഉള്ളത്തിലേക്ക് ആത്മഭാരം. ആത്മഭാരം, ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം. അപ്പോൾ ഇത് ചെയ്തേ പറ്റൂ എന്നൊരു അസ്വസ്ഥത നമ്മളിലുണ്ടാവും. അപ്പോൾ അതാണ് ആ സുവിശേഷ വേലയ്ക്കുള്ള വിളിയുടെ. പിന്നെ അവൻ ആ സമയം വരെ സുവിശേഷ വേലയോട് താല്പര്യമുള്ളവനായിരിക്കും. സുവിശേഷ വേല മറ്റു പലരോടും കൂടെ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരിക്കും. ഇല്ലെങ്കിൽ ആളുകളെ കാണുന്നിടത്ത് വ്യക്തിപരമായി സുവിശേഷം അറിയിക്കുന്നവനായിരിക്കാം. അതിലൂടെയൊക്കെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ രക്ഷിക്കപ്പെടുന്നുണ്ട്, ഫലവും കാണുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു വലിയ തെളിവായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ യുവ സുവിശേഷകന്മാരോട് എനിക്കെന്താ പറയാനുള്ളത്? അവരൊക്കെ എന്നേക്കാൾ വളരെ വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരുമാണ്. എന്നാൽ എൻ്റെ അനുഭവജ്ഞാനം വെച്ചുകൊണ്ട് പറഞ്ഞാൽ അവർക്കൊക്കെ കുറേ കൂടെ ഈ പ്രായത്തിൽ ദൈവവേലയിൽ പ്രയോജനപ്പെടാം. ഇന്ന് വന്നിരിക്കുന്നത് ബൈബിൾ സ്കൂളിൽ പഠിക്കുക, തുടർന്ന് ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുക, പിന്നെ എത്രയും പെട്ടെന്ന് കൺവെൻഷനിൽ പ്രസംഗിക്കുക. ഇതൊന്നും വേണ്ടെന്ന് പറയാൻ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരനല്ല ഞാൻ. അവരൊക്കെ വളരണം, കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം. പക്ഷേ ഇവർക്ക് ഭാഷയറിയാം. ഇവർക്കൊക്കെ നോർത്ത് ഇന്ത്യയിൽ ചെല്ലാം. ഞാനൊരിക്കൽ യു പിയിൽ സഹോദരന്മാരുമായിട്ട് പോയി കുറേ ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചത്. അവിടുത്തുകാരായ വേലക്കാരുമായി സഹകരിച്ചു. ചില ദിവസങ്ങൾ ഞാൻ അവിടെ പാർത്തു. അപ്പോൾ ആ വേലയുടെ ആവശ്യകത മനസ്സിലാക്കി. അങ്ങനെയുള്ള എത്രയോ സ്ഥലങ്ങൾ. ഇവരൊക്കെ അവിടെയൊക്കെ പോയിരുന്നെങ്കിൽ ദൈവവേലയിൽ പ്രയോജനപ്പെടാമായിരുന്നു. ഒരളവിൽ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ സുവിശേഷകന്മാരെ കൂട്ടിയിടിച്ചിട്ട് നടക്കാൻ വയ്യ, ആ ഒരവസ്ഥയാണ്. പഴയ സഭയിലൊക്കെ ഇന്നിപ്പം ഞാനൊരു സഭയിലായിരിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ പ്രായമാണ്. എന്നാൽ മുൻപ് കാലത്ത് ഇങ്ങനെ ഒരു പഴയ സഭയിൽ ഞാൻ കയറാറില്ല. നമ്മൾ പുതിയ മേഖല തേടി പോകുന്ന ആളാണ്. ഇവർക്കൊരു പ്രായമാകുന്നത് വരെയെങ്കിലും എവിടെയെങ്കിലും പോയി പ്രവർത്തിച്ച ആത്മാക്കളെ നേടി സഭകൾ സ്ഥാപിക്കാം. അതിന് ദൈവം അവരോട് ഇടപെടട്ടെ എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഏതെങ്കിലും ബൈബിൾ സ്കൂളുകളിൽ അധ്യാപകനായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? അതുപോലെ അവിടുത്തെ ചില അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ? അനുഭവം എന്ന് പറയുന്നത് ഇല്ല, പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. പല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ, അതിൽ വിവാഹം കഴിച്ചവരുണ്ട്, അപ്പന്മാരുണ്ട്, വലിയപ്പന്മാരുണ്ട്, എന്ന് വെച്ചാൽ കൊച്ചുമക്കളുള്ളവരുണ്ട്, ബാച്ചിലേഴ്സും ഉണ്ട്. ഇപ്പം കുമ്പനാട്ടാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിജ്ഞാനീയമാണ്. ഇനി അതൊരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ പരസ്യ പ്രസംഗത്തിൽ മുഴുവനും ക്രിസ്തുവിൻ്റെ മഹത്വമല്ലാതെ ഞാൻ മറ്റൊന്നും പ്രസംഗിക്കാറില്ല. വേറെ ഒരു വേദഭാഗവും എടുത്ത് പ്രസംഗിക്കാറില്ല. രണ്ടാമത് സഭകളിൽ പ്രസംഗിച്ചാൽ ഞാൻ സഭയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇത് രണ്ടും പ്രസംഗിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിനൊരു തണുപ്പുള്ളത്. അല്ലാതെ നിങ്ങൾ അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മുടെ യേശുവിൻ്റെ മഹത്വം സഭയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഈ യേശുവിനെതിരെ എനിക്കെങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത, കുറ്റബോധം വിശ്വാസിക്ക് അങ്ങനെ തന്നെ അങ്ങ് ഉണ്ടാകും. പിന്നെ അവനോട് അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുതെന്ന് പ്രത്യേകിച്ച് പറയണ്ട. യേശുവിൻ്റെ ആളത്വവും അവിടുത്തെ മഹത്വവും പറഞ്ഞ് കേൾപ്പിച്ചാൽ മതി. അവനങ്ങ് നന്നാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രഭാഷണത്തിലും അതാണ് നമ്മൾ സഭയിലും പുറത്തും കാണുന്നത്. അപ്പോൾ അങ്ങനെ അതായിരുന്നു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്രിസ്തുവിജ്ഞാനി. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സഭകളുടെ ഭാവി, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ യുവതലമുറ മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നു, യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും. അപ്പോൾ ഇവിടെ സഭയിലെ വിശ്വാസികൾ കുറയുന്നു, പുതിയ വിശ്വാസികൾ സഭയിലേക്ക് വരുന്നില്ല. അതുപോലെ മലയാളം ഭാഷയുടെ അതായത് ഉപയോഗം കുറയുന്നു. അപ്പോൾ നമ്മുടെ പാട്ടുകൾ അല്ലേ, നമ്മുടെ സംസ്കാരം, അതിൻ്റെയൊക്കെ ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു നിലയിൽ സഭ മുമ്പോട്ട് പോവുകയാണെങ്കിൽ സഭകളുടെ ഭാവിയെക്കുറിച്ചുള്ളൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടോ? ഈ 2-3 ചോദ്യങ്ങൾക്ക് എനിക്ക് അതിൻ്റെ മറുപടി ഓരോന്നിനും തരണം. ഒന്ന്, നമ്മുടെ സഭകൾക്കൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയും, അതിനും നമ്മൾ ആശങ്കാകുലരാകേണ്ട കാര്യമില്ല. കാരണം ഈ സഭയൊന്നും നമ്മളായിട്ട് തുടങ്ങിയതല്ല. ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. ചില ആളുകൾ, ഇവർ അയർലൻഡ്, ഡബ്ലിൻ എന്നൊക്കെ പറയുന്നു, ഞാനവിടെ പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ആരംഭിച്ച ഈ പ്രവർത്തനം ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ച് ഇത് അങ്ങ് വളർന്നു പന്തലിച്ചു. ഇപ്പോൾ അനിശ്ചിതത്വം
എന്ന് പറയുമ്പോൾ ഇപ്പോൾ UK ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് അസംബ്ലി ഹാള് ചിലതൊക്കെ വിറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇല്ലാതാകുമെന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്നത് വചനത്തിനു വേണ്ടി നിന്ന ഒരു സഭയാണിത്. വചനത്തിനു വേണ്ടി, ഇല്ലേ? വലിയ അംഗബലമില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ്. ദൈവം അത് ആദരിച്ചിട്ട് എത്ര പേര് എന്നതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ വരവ് വരെ ഇത് നിലനിന്ന് പോകുമെന്നുള്ള ഒരാത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, പക്ഷേ അത് വെന്തു പോകുന്നില്ല. അത് നമ്മൾ ഓർക്കണം. നമ്മുടെ പ്രാപ്തി കൊണ്ടോ കഴിവ് കൊണ്ടോ നിൽക്കുന്നതല്ല, ദൈവം നിർത്തിയിരിക്കുകയാണ് വചനത്തോട് നമ്മൾ കാണിക്കുന്ന വിശ്വസ്തത. ഇനി വേറെ ഒന്ന്, നമുക്ക് ഈ ആശങ്ക വരുന്നതിൻ്റെ കാരണം, ഇന്ന് പല സഭകളിൽ നിന്നും ചെറുപ്പക്കാരെ മറ്റ് സഭകളിലേക്ക് പോകുന്നു. മറ്റ് സഭകളെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ പോയി സഭ തുടങ്ങിയവരുടെ കൂട്ടത്തിൽ പോയി. ഇപ്പോൾ ഈ എറണാകുളത്തുമൊക്കെ ഉണ്ട്. തുറന്ന് ഞാൻ പറയുന്നതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഇതിനകത്ത് വളരെ ദുഃഖകരമായ സ്ഥിതി, മൂപ്പന്മാരുടെ മക്കളാണ് പലരും അവിടെ പോകുന്നത്. ഈ മൂപ്പന്മാർ ഈ സഭയെ പഠിപ്പിക്കുകയാണ്. എനിക്കതാണ് ഭയങ്കര അത്ഭുതം തോന്നുന്നത്. ഈ സഭയെ പഠിപ്പിക്കുക, ഇവിടെ ഉള്ളവരെ തർജ്ജനം ചെയ്യുക, ഇവിടെ ഉള്ളവരെ ശാസിക്കുക. ആ ശാസനയും തർജ്ജനവും ആ പഠിപ്പിക്കലും സ്വന്തം മക്കളോടായിരുന്നെങ്കിൽ അവരിവിടെ നിന്നു പോയേനല്ലോ. നിൽക്കത്തില്ലേ? അപ്പോൾ അതിനകത്ത് മാതാപിതാക്കളുടെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അവർ മക്കളുടെ സെക്യുലർ കാര്യങ്ങളെ നോക്കുന്നുള്ളൂ, ആത്മീയ കാര്യം നോക്കുന്നില്ല. അവരപ്പം നുറുക്കി തിന്നു പോകുന്നുണ്ടോ, അത്രയേ ഉള്ളൂ അവർക്ക് തൃപ്തി. അതിൽ നിന്നാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാർ ഉപദേശം പഠിപ്പിക്കുന്നില്ല ബ്രദറെ, ഉപദേശം പഠിപ്പിക്കുന്നില്ല. അവർ കുറേ ധാർമ്മിക ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ഈ ബ്രദർകാരുടെ പിതാക്കന്മാർ, എനിക്ക് പാരമ്പര്യമുള്ള ആളല്ല, ഞാൻ CSIക്കാരനായിരുന്നു. ബ്രദർകാരുടെ പിതാക്കന്മാർ അവരായിരുന്ന സമുദായം വിട്ടു വന്നത് ധാർമ്മിക ജീവിതം കണ്ടിട്ടല്ല, ഉപദേശം കണ്ടിട്ടാണ്. ധാർമ്മിക ജീവിതം നയിക്കാനാണെങ്കിൽ എനിക്ക് CSI നിന്നാൽ മതി, യാക്കോബേക്കാരൻ യാക്കോബായി നിന്നാൽ മതി. എവിടെ നിന്നാലും ഹിന്ദുക്കളും ധാർമ്മിക ജീവിതം നയിക്കുന്നില്ലേ? നമ്മൾ ഈ പഠിപ്പിക്കുന്ന ധാർമ്മിക ജീവിതം നയിക്കുന്ന ഹിന്ദുക്കളുണ്ട്, എപ്പിസ്കോപ്പ സഭകളിൽ ആളുകളുണ്ട്. അപ്പം നമ്മുടെ പിതാക്കന്മാർ എല്ലാം ഇട്ടിട്ട് ഉപദ്രവം സഹിച്ചും സമ്പത്തുകളുടെ അപകാര സന്തോഷത്തോട് സഹിച്ചും ഒക്കെ വന്നത് ഉപദേശം നോക്കിയാണ്. ധാർമ്മികം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ വ്യാഖ്യാനിക്കരുത്. ധാർമ്മിക ജീവിതം വേണം, പക്ഷേ ഇവർ വന്നത് ധാർമ്മികം നോക്കിയല്ല, ഉപദേശം നോക്കിയാണ്. അപ്പം നമ്മുടെ ആളുകൾ ഇന്നത്തെ പഠിപ്പിക്കുന്ന ആളുകൾ, യുവജനങ്ങളുടെയൊക്കെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അവരെല്ലാം പഠിപ്പിക്കുന്നത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ഓക്കെ, അത് പറ. പക്ഷേ എന്തുകൊണ്ട് ഉപദേശം പഠിപ്പിക്കുന്നില്ല? ഉപദേശം പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ചോർച്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതാണ് ഈ ഈ ഈ ചെറുപ്പക്കാരുടെ ഇവിടുന്നുള്ള ഒരു പോക്ക് കൂടാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, സഭ കുറേ കൂടെ സജീവമാകണം. നമ്മൾ പണ്ടത്തെ ഒരു രീതി വെച്ചുകൊണ്ടല്ല ഇരിക്കേണ്ടത്. ഉപദേശം പണ്ടത്തെ തന്നെ ആയിക്കോട്ടെ, അത് അതിലാരും മാറ്റണ്ട. പക്ഷേ നമ്മുടെ കൂടിവരവിനൊരു സജീവത്വമില്ല, ഒരു ചൈതന്യമില്ല. നമ്മൾ ചുമ്മാതെ ഒരു പണ്ട് ചെയ്തു വന്നതുപോലെ ഒരു സങ്കീർത്തനം വായിക്കുക, രണ്ടുപേർ അത് സ്തോത്രം ചെയ്യുന്നവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ചെറുപ്പക്കാർക്കും ഒരു അവസരം കൊടുക്കുന്നില്ലെന്നേ. ഈ സ്തോത്രം ചെയ്യാമെന്ന് പറയുമ്പോഴേ സ്ഥിരം പറയുന്ന കുറേ ആളുകളുണ്ട്, ധ്യാനം സ്ഥിരം പറയുന്ന ആളുകളുണ്ട്. ഇവരെ എല്ലാം പഠിപ്പിക്കുക നമ്മൾ. അവരെ ഇപ്പോൾ പഠിപ്പിക്കുക മാത്രമല്ല, അവരുമായിട്ട് വ്യക്തിപരമായ ഇടപെടൽ വേണം. ഈ ചെറുപ്പക്കാർക്ക് കൈ കൊടുത്ത് അവരുടെ പ്രശ്നം അറിയുന്ന എത്ര ആത്മീയ നേതൃത്വമുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വന്ന ഈ വക പരാജയം. അതുകൊണ്ട് ഇത് നിന്നു പോകുമെന്നുള്ള ബോധ്യം എനിക്ക് ഇല്ല. കാര്യം ദൈവം വിശ്വസ്തൻ, വചനം വിശ്വസ്തമായത്, ആ വചനത്തോട് കൂറു പുലർത്തുന്നവരാണ് നമ്മൾ. അതാണ്. പിന്നെ ഏതാണ്ടൊന്ന് ചോദിച്ചത്, ഇവിടുന്ന് മലയാള ഭാഷ ഞാൻ ഓർക്കാറുണ്ട്. നമ്മുടെ സമൂഹമല്ലാതെ, എനിക്കിത് കേൾക്കുന്നവരെന്നോട് ബുദ്ധിമുട്ട് തോന്നുമെന്ന് എനിക്കറിയാം, ഇത്ര പൊങ്ങച്ചക്കാര് ഇവിടെ യാക്കോബക്കാർ കല്യാണം നടത്തുന്നു, കത്തോലിക്കൻ നടത്തുന്നു, മർത്തോമക്കാരൻ നടത്തുന്നു, CSIക്കാരൻ നടത്തുന്നു, ഈവൻ പെന്തക്കോസ്തുകാരൻ നടത്തുന്നു. നമ്മുടെ ഇത്രയും ഇംഗ്ലീഷ് സർവീസ് ഉള്ളവർ ഇവർ ആരുടെയും കൂട്ടത്തിലില്ല. ഒന്നോ ഒറ്റയോ കാണും. എന്തുകൊണ്ട് നമ്മുടെ മലയാള ഭാഷ അമേരിക്കയിൽ, ഇപ്പം ഞാൻ പറയാം, അമേരിക്കയിലായതുകൊണ്ടോ അല്ലെ ഇന്നിടത്തായതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് മലയാളം അറിയാൻ വയ്യെന്ന് ഒരാൾ പറഞ്ഞാൽ, നിങ്ങൾ പഠിപ്പിക്കാഞ്ഞതുകൊണ്ട്. എനിക്ക് അമേരിക്കയിൽ പച്ചവെള്ളം പോലെ മലയാളം പറയുന്ന എത്ര പിള്ളേരെ അറിയാമെന്നറിയാം.
ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കഴിഞ്ഞിടെ കാനഡയിലുള്ള ആ കൊച്ചിൻ്റെ വിവാഹം കഴിഞ്ഞു. ആ ഭവനത്തിൽ ഒരു മീറ്റിങ്ങിന് ഞാൻ ആ സഭയിൽ ചെന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ അവരുടെ ക്ഷണപ്രകാരം ചെന്നു. ആ കാനഡയിൽ അവൾ അവിടെ ജനിച്ചു വളർന്ന എന്തൊരു മലയാളം ആ കൊച്ചു പറയുന്നത്. അപ്പം പണ്ടൊരാൾ പറഞ്ഞല്ലോ, വേണേൽ ചക്ക വേരിൽ കായ്ക്കും. അപ്പം ഇതൊക്കെ ഒരു പൊങ്ങച്ചം. കുഞ്ഞുങ്ങളെ മാതൃഭാഷ പഠിപ്പിക്കാനോ കേരളത്തിലുള്ള മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെടുത്താനോ ആഗ്രഹിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ആരൊക്കെ വിരോധിച്ചാലും എനിക്കൊന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വലിയ സ്വയ പ്രശംസക്കാരും സ്വയ പുകഴ്ചക്കാരുമായി പോയി. അതുകൊണ്ടാണ് ഈ മലയാളം ഈ തലമുറകൾ വേണ്ടെന്ന് വെച്ചത്. മറ്റുള്ള ഭാഷ പഠിച്ചു, കൂട്ടത്തിൽ ആ വീട്ടിലൊന്ന് മലയാളം പറഞ്ഞാൽ പോരെ. ഈ കുഞ്ഞുങ്ങളെ വീട്ടിൽ മലയാളം പറയിപ്പിക്കുകയും, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. മക്കളോടും കൊച്ചുമക്കളുണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ. മക്കളോട് പറയുമായിരുന്നു, വീട്ടിലുള്ള അംഗങ്ങളോട് പറയുമായിരുന്നു, വീട്ടിലിരിക്കുമ്പോൾ തീന്മേശയിലും ഒക്കെ വീട്ടിലിരിക്കുമ്പോൾ ഹിന്ദി പറഞ്ഞിരിക്കണം, അവനവൻ്റെ ഭാഷ പറഞ്ഞിരിക്കണം. നമ്മുടെ ആളുകൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തലമുറകളില്ലാത്തത് കൊണ്ട് സഭകൾക്ക് ക്ഷീണം സംഭവിക്കുന്നുവെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഭാവിയിലേക്ക് നോക്കി ചിലർ പറയുന്നത് പോലെ ഇതങ്ങ് നിന്നു പോകുമെന്നോ ഇല്ലാതാകുമെന്നോ, കഴിഞ്ഞിടെ ഒരാൾ പറയുന്നത് കേട്ട് 10 വർഷം കഴിയുമ്പോൾ ഇത് കാണുകയില്ല. അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മുടെ വാക്കുകൾ എപ്പോഴും പോസിറ്റീവായിരിക്കണം. ഇതിപ്പോൾ കുറച്ച് തലമുറകളെ വെളിയിൽ പോയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ട്. അതുങ്ങളുടെ മനസ്സും കൂടെ ഇടിച്ചു കളയുന്ന വിധത്തിലല്ല നമ്മൾ പറയേണ്ടത്. എൻ്റെ നോട്ടത്തിലും എൻ്റെ വിശ്വാസത്തിലും എൻ്റെ കാഴ്ചപ്പാടിലും ഇതിപ്പോൾ ആളുകളുടെ എണ്ണം കുറഞ്ഞാൽ തന്നെയും ഈ സമൂഹം നിലനിൽക്കുന്നതിന് ഒറ്റ യോഗ്യതയേ ഉള്ളൂ, വേറൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം. ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന, ദൈവവചനത്തോട് കൂട്ടിയേർക്കാത്ത ഒരു സമൂഹമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നിൽക്കുന്നത് കൊണ്ട് നാം മോശ കണ്ട മുൾച്ചെടിയെ പോലെ തീ കത്തുന്നെങ്കിലും വെന്തു പോകാതെ ഇത് കർത്താവിൻ്റെ വരെ നിൽക്കും. പക്ഷേ ശോഷണം ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരാം, ആളില്ലാത്തത്. പിന്നെ ചെറുപ്പക്കാര് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ 2 കാര്യം അതിനകത്തുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ കേരളത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്കറിയാം, ഇവിടെയൊന്നും ഒരു ജോലിക്കുള്ള സാധ്യതയോ, ഇനിയും ജോലിക്ക് സാധ്യതയുണ്ടെങ്കിൽ അവർക്കൊട്ട് കൊടുക്കാതെ അവരവരുടെ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ പോലും അവരെ എല്ലാം തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കണ്ടേ? അതുകൊണ്ട് അവരെ പഠിപ്പിച്ച മാതാപിതാക്കൾ എത്രയോ രൂപ മുടക്കിയാണ് പഠിപ്പിച്ചത്. ചിലരാണ് ബാങ്ക് കടമാണ്. അപ്പോൾ അതെല്ലാം തീർക്കണമെങ്കിൽ അവർക്ക് പോയേ പറ്റൂ. പക്ഷേ ഒരാശ്വാസമുള്ളത്, പോകുന്ന മക്കൾ പോകുന്ന സഭകളിലൊക്കെ വളരെ സന്തോഷകരമായിട്ട് പോകുന്നു. ഞാൻ UK ചെന്നപ്പോൾ കണ്ടതാ, വളരെ ശോഷിച്ചില്ലാതാകാൻ പോയ ഇംഗ്ലീഷ് സഭകളിൽ നമ്മുടെ സഹോദരന്മാർ ചെന്ന് അത് ലൈവ് ആക്കിയിട്ടുണ്ട്. വളരെ നന്നായി പോകുന്നുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, വയസ്സ് 60ഉം 50ഉം 70ഉം 50 പോട്ടെ 70ഉം ഒക്കെ ആയിരിക്കുന്ന ആളുകൾ ഒരു ഗൾഫ് കൺട്രിയിലോ അല്ലെ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് നല്ല ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടി, ഒരായുസ് കൊണ്ട് നേടാവുന്നതിൻ്റെ പരമാവധി നേടിയിട്ട് സ്വന്തം സ്ഥലത്തുള്ള സഭയുടെ ഒരു പരിരക്ഷണത്തിന് വരാതെ വീണ്ടും അതിനേക്കാൾ സുഖപ്രദമായ സ്ഥലം തേടി പോകുന്നത് അത് അക്ഷന്തവ്യമായ തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരൊക്കെ മടങ്ങി അവരുടെ സ്ഥലങ്ങളിൽ വന്ന് പാർത്ത് ആ സഭകൾക്ക് അവരൊരു അനുഗ്രഹമാകണം. അതിന് 2 ഉദാഹരണം ഞാൻ പറഞ്ഞു. എൻ്റെ മൂക്കിന് താഴെയുള്ളതാ റാന്നിയിലുള്ള 2 സഭകൾ. ഒന്ന് മണ്ണാരത്തറ സഭ. മണ്ണാരത്തറ സഭയിലെ ചെറുപ്പക്കാർ മുഴുവനും വെളിയിലായിരുന്നു. പക്ഷേ അവരെല്ലാം ഇവിടെ വീട് വെച്ചു. ഞാനൊരിക്കലും ഒരാളോട് ചോദിച്ചു, താനെന്താടോ ഇവിടം വിട്ടു പോകാത്ത? ഞാനല്ല, ഞങ്ങളാരും പോവുകയില്ല, കാരണം ഞങ്ങളാക്കിയത് ഈ സഭയാന്ന് പറഞ്ഞു. എന്തൊരു കാഴ്ചപ്പാട്! അതുപോലെ കനകപ്പലത്തെ ഒരു സഭ, അന്ന് ഒരു അപ്പച്ചൻ ഉണ്ടാക്കിയത്, കനകപ്പലത്തെ അപ്പച്ചൻ ഉണ്ടാക്കിയ ഒരു സഭ. അങ്ങേര് ഭയങ്കര സുവിശേഷ സ്നേഹിയായിരുന്നു. അങ്ങേരുടെ കഷ്ടപ്പാട്, മക്കൾ എന്ത് ചെയ്തു? എല്ലാം സ്ഥലം മാറി അവരുടെ സ്വന്തം സ്ഥലത്ത് വന്ന് വീട് വെച്ച് താമസിച്ചു. എനിക്ക് റാന്നി കീഴ്ക്കൊടുവിലുണ്ട്, സിയോൺ കുന്നിലുണ്ട്, പലയിടത്തുണ്ട്. എന്നാൽ
ഇന്ന് എത്രയോ സഭകൾ ശോഷണം. ഈ മക്കളെല്ലാം കൂടി ഈ പറഞ്ഞവരെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ സഭയൊക്കെ അനുഗ്രഹിക്കപ്പെടും. പക്ഷേ അവർ മടങ്ങി വരണം. മക്കൾ പഠിക്കട്ടെ, മക്കൾ ജോലി ചെയ്യട്ടെ, ഇവർക്ക് ഇങ്ങ് വരാമല്ലോ, താമസിക്കാമല്ലോ. സുഖസൗകര്യം തേടിയല്ലേ അവർ പോകുന്നത്. അത് വളരെ ദുഃഖകരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മലയാളത്തിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു. ഈ കുഞ്ഞുങ്ങൾ അമേരിക്കയിലായിരുന്നാലും എവിടെ ആയിരുന്നാലും മലയാളം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ വീട്ടിൽ മലയാളം സംസാരിക്കണം, മാതൃഭാഷയെ. അത് കളയരുത്. സ്വന്തം അമ്മയും അപ്പനെയും മറക്കുന്നതിന് തുല്യമാണ് മാതൃഭാഷ മറക്കുക എന്ന് പറയുന്നത്. എപ്പിസ്കോപ്പ സഭകളിലും നമ്മുടേതല്ലാത്ത ഇതര സഭകളിലും നോക്ക്, അവരുടെ സർവീസ് കല്യാണം വരട്ടെ എന്നും വരട്ടെ, അവർ അവിടെ മലയാളത്തിലല്ലേ അവർ ചെയ്യുന്നത്. അവിടെ ഇവിടെ ഒറ്റയോ ചിലപ്പോൾ ഇംഗ്ലീഷ് സർവീസ് കാണും, ബാക്കിയൊക്കെ മലയാളമല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ അഭ്യസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു ഭാവി നമ്മോടുള്ള ബന്ധത്തിൽ പറയാൻ പറ്റുകയുള്ളൂ. സാറിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ നർമ്മം ചാലിച്ചാണല്ലോ സാറിന് മെസ്സേജുകളൊക്കെ ചെയ്യുന്നത്. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയതാണോ അതോ ആ സമയത്ത് യാദൃശ്ചിക ആ കാര്യങ്ങൾ വരുന്നതാണോ? ഒരു കേൾവിക്കാരൻ എന്ന നിലയിൽ ഞാനത് ആസ്വദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഒരിടത്തു പോലും എൻ്റെ പ്രസംഗത്തിൽ ഇന്ന നർമ്മം ഇന്നിടത്ത് ചേർക്കണം എന്നുള്ള തയ്യാറെടുപ്പോടുകൂടെ പ്രസംഗത്തിൽ ഞാൻ പീഠത്തിൽ പോയി നിന്നിട്ടില്ല. ഞാൻ മോനെന്ന് വിളിച്ചാലും കുഴപ്പമില്ല, കാര്യം എൻ്റെ സഹോദരൻ ജെയിംസിൻ്റെ മോനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത് വളരെ ദൈവഭയത്തോടുകൂടെ. 1. 2, നല്ല ഹോംവർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കയറി പറയണമെന്നുള്ള നിലയിലല്ല. അപ്പോൾ അതിനെല്ലാം ഒരു തയ്യാറെടുപ്പും ദൈവത്തോടുള്ള പ്രാർത്ഥനയും ഒരുക്കവുമുണ്ട്. എന്നാൽ ഈ നർമ്മം ഒരിക്കലും ഞാൻ മനഃപൂർവ്വം എല്ലാം എഴുതി തയ്യാറാക്കിയതല്ല. പ്രസംഗിച്ചു വരുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ചിലർക്ക് ആ നർമ്മം വലിയ താല്പര്യമില്ല. ഒന്നാമത് എനിക്ക് തോന്നുന്നത് ആസ്വദിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടും ആകാം. നമ്മുടെ യേശുവിൻ്റെ സംസാരത്തിൽ ചിലയിടം നോക്കിയാലുണ്ടല്ലോ, അദ്ദേഹം നർമ്മം പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ നോക്കി പല നർമ്മങ്ങളും. ഏലിയാവ് പറഞ്ഞില്ലേ, ദേ നിങ്ങൾ ഉറക്കെ വിളിക്കുക, അവൻ വിളിക്ക് പോയിരിക്കുകയായിരിക്കും. അതൊക്കെ നർമ്മത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ കുറേ അമിത ഭക്തിക്കാർ, അവർക്ക് ഈ നർമ്മത്തോട് വലിയ താല്പര്യമില്ല. നർമ്മമെന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ്. 1, മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്തതായിരിക്കണം. 1. 2, നമുക്ക് യോഗ്യമായ നർമ്മമായിരിക്കണം. ഞാനത് ശ്രദ്ധിച്ചു പറയുന്നയാളാണ്. കഥയിൽ ഉൾപ്പെടുന്ന നർമ്മങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഈ പ്രസംഗ വിഷയത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള നർമ്മമല്ലാതെ നർമ്മത്തിനു വേണ്ടി ഒരു നർമ്മം ഉണ്ടാക്കി ഞാൻ പറയാറില്ല. അത് എനിക്ക് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. ഒരുപക്ഷെ അത് എൻ്റെ പിതാവിൽ നിന്നുള്ള, പിതാവ് ഒരല്പം നർമ്മം പറയുന്നയാളായിരുന്നു, അങ്ങനെ കിട്ടിയതാവാം. പക്ഷേ കഴിവുള്ളിടത്തോളം ഞാൻ ഈ കാലങ്ങളിൽ അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തുടർന്നുള്ള ദൈവം തരുന്ന ആയുസ്സിൽ എന്താണ് ഇനിയും എന്തെങ്കിലും ചെയ്ത് തീർക്കുവാനായിട്ട്, എന്തെങ്കിലും അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ഇനിയും ബാക്കിയുണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ട് മോനെ. ദൈവം തരുന്ന ഇനിയുള്ള കാലങ്ങളിൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങൾ. 1, എനിക്ക് നോർത്ത് ഇന്ത്യയുടെ ചില സ്ഥലങ്ങളിലെങ്കിലും കടന്നുപോയി, ടൗണുകളിലല്ല, പരിചയസമ്പന്നരായ ആളുകളെയും കൊണ്ടേ പോകത്തുള്ളൂ. അവിടെ ഉള്ള ഗാവുകളിലൊക്കെ അവിടുത്തുകാർ താമസിക്കുന്നുണ്ട്. എനിക്ക് അതുങ്ങളെ കാണണം, അവിടെയുള്ള വിശ്വാസികളെ കാണണം, അവരോടൊക്കെ 2 വചനം പറയണം, അവരുമായിട്ട് കുറേ ദിവസങ്ങളൊന്ന് സഹവസിക്കാൻ താല്പര്യമുണ്ട്. അത് മിക്കവാറും വലിയ താമസം കൂടാതെ ചെയ്യാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 2, എൻ്റെ താല്പര്യം, കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് നല്ല ബുക്കുകൾ എഴുതാനുള്ള മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ട്. അതിപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക, നോട്ട്സ് ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിങ്ങനെ ഞാൻ ഒരുപാടിരുന്ന് വായിക്കുന്നയാളാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം നല്ല കാര്യങ്ങൾ, പുറത്ത് വരാത്ത, നമ്മുടെ ആളുകൾ വായിക്കാത്ത സംഗതികളൊക്കെ എഴുതി വെച്ച് അങ്ങനെ ഒരു 3-4 ബുക്കുകൾ പുറത്തിറങ്ങണമെന്ന് താല്പര്യമുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളോട് ചേർന്ന് ഇത്രയും നേരം ചെലവഴിച്ചതിന് ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കാഴ്ച
ആശയാലല്ല വിശ്വാസത്താൽ വീണു നിൻ പാദം കുമ്പിടുന്നു. നേരിൽ ഞാൻ കാണും നിൻമുഖത്തെ കണ്ടു നിർവൃത്തി പൂകിടും ഞാൻ. നേരിൽ ഞാൻ കാണും